Literature and Culture 1 How to Write a Recipe, The 4 Key Elements of a Great Cookbook Recipe by Melissa Drum. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്കൊരു റെസിപ്പി എഴുതാം. ഒരു ഗ്രേറ്റ് കുക്ക് ബുക്ക് റെസിപ്പിക്ക് 4 എലിമെൻറ്റ്സ് വേണം എന്നാണ് ഇവരിവിടെ പറയുന്നത്. ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, പക്ഷേ റെസിപ്പീസ് എഴുതുക എന്നുള്ളത് അതിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അതിനകത്ത് കുറച്ച് സയൻസും കൂടി കയറി വരുന്നുണ്ടെന്നാണ് ഇവർ മെലീസ പറയുന്നത്. റൈറ്റിംഗ് ഒരു റെസിപ്പി നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു റീഡർ എന്ന് പറയുന്നത് ലാംഗ്വേജിൽ നല്ല പ്രൊഫഷൻ്റ് ആയിരിക്കണം റെസിപ്പി എഴുതുന്ന സമയത്ത്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ റെസിപ്പി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പോൾ എഴുതുവാണെന്ന് വിചാരിച്ചോ, റെസിപ്പി നമ്മളൊന്ന് ബിഫോർ എന്താ പറയുക റൈറ്റിംഗ് ദ റെസിപ്പി ഇൻ യുവർ കുക്ക് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയും കൂടി വേണം. അല്ലെങ്കിൽ നമുക്ക് ബാഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ക്ലാരിറ്റിയും വേണം, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ സ്റ്റൈലും പേഴ്സണാലിറ്റിയൊക്കെ നമുക്ക് നമ്മുടെ റെസിപ്പി എഴുതുന്ന സമയത്ത് കാണിക്കാൻ സാധിക്കും, ഷോക്കേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലാംഗ്വേജ് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം. അപ്പോൾ നമുക്കിനി എസെൻഷ്യൽ പീസസ് ഓഫ് എനി റെസിപ്പി, അതിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഒരു ഹെഡ് നോട്ട് ഉണ്ടായിരിക്കണം, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വേണം, റെസിപ്പി സ്റ്റെപ്സ് വേണം. ഈ 4 എണ്ണമാണ്, അല്ലെങ്കിൽ ഈ 4 എലമെൻറ്റ്സ് നമുക്കൊരു എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു ഗ്രേറ്റ് കുക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ 4 എലമെൻറ്റ്സ് ആണ്? ടൈറ്റിൽ, ഹെഡ് നോട്ട്, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്, റെസിപ്പി സ്റ്റെപ്സ്. ആൻഡ് ഫസ്റ്റ് വൺ റെസിപ്പി ടൈറ്റിലാണ്. ഒരു നല്ല ടൈറ്റിൽ കൊടുക്കുക, ഗുഡ് ടൈറ്റിലായിരിക്കണം. അതായിരിക്കും നമ്മുടെ റീഡേഴ്സിന് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ബുക്കിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ വെച്ചിട്ടായിരിക്കും ദേ വിൽ ഡിസൈഡ് വെദർ ടു കണ്ടിന്യൂ ഓർ നോട്ട് ടു റീഡ് ദി റെസിപ്പി ബുക്ക്. അപ്പോൾ ടൈറ്റിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഫ്ലേവേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. വെൻ ഇൻ ഡൗട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് എഴുതാം. അതായത് റോസ്റ്റ് ചിക്കൻ വിത്ത് ഗാർലിക് ആൻഡ് റോസ്മേരി, അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക് വിത്ത് വാനില ബട്ടർ ക്രീം. നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസും കൊടുക്കാം. കുറച്ച് കെയർഫുള്ളി സെലക്റ്റഡ് അഡ്ജക്റ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാം, കുറച്ച് എക്സ്ട്രാ അപ്പീലിങ്ങിന് വേണ്ടി, ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒരു സ്റ്റൈലിന് വേണ്ടി. അതായത് ഫ്ലഫി ഡിന്നർ റോൾസ്, അല്ലെങ്കിൽ ലെമണി റൈസ് പുഡിംഗ്, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. കുറച്ച് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത്, പക്ഷേ വളരെ ജുഡീഷ്യസ് ആയിട്ട് വേണം അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ. ടു മെനി അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈറ്റിൽ വളരെ ലോങ് ആയി പോകും, ആളുകൾക്ക് വായിക്കുന്നത് ടയർസമായിട്ട് മാറും. ഒരു കുക്ക് ബുക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടൈറ്റിൽസ് ഒരുപാട് ലെങ്തി ആവരുത്, ഷോർട്ടായിരിക്കണം, ഫെയർലി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ഈസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് റീഡേഴ്സിന് അത് തോന്നത്തുള്ളൂ. ഓക്കെ, ദെൻ ഹെഡ് നോട്ടാണ് അടുത്ത. ഹെഡ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഷോർട്ട് പാരഗ്രാഫ് ബിഫോർ ദി റെസിപ്പി. അതൊരു കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ പോലാണ്. അപ്പം ഹെഡ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ആസ് എ കുക്ക് ആൻഡ് ആസ് എ പേഴ്സൺ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഹെഡ് നോട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലേ നമ്മൾ ഫുഡിനെ കുറിച്ച്. അപ്പോൾ ഹെഡ് നോട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഷോർട്ട് കോട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അനക്ഡോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് ഈ റെസിപ്പി നമ്മൾ ഈ ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു ഈറ്റ് സംതിങ് അറ്റ് എ റെസ്റ്റോറൻറ്റ് ദാറ്റ് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് ദിസ് ഡിഷ്? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യനിങ് സെൻറ്റൻസസ്. അതായത് നിങ്ങൾ ഇൻസ്പയർ ചെയ്ത പല ഡിഷസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഹാപ്പി ആക്കാൻ. അങ്ങനത്തുള്ള രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു അനക്ഡോട്ട്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസസ് വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെഡ് നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് പിന്നെന്താണ്, ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് അല്ലെങ്കിൽ സജഷൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ റീഡേഴ്സിന് കുക്ക് ബുക്ക് വായിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രഞ്ച് അനിയൻ സൂപ്പ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ടിപ്സൊക്കെ നമ്മൾ ഓഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സജഷൻസ് ഓഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം പോപ്പ് ഓവേഴ്സ് എന്നുള്ള ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മഫിൻ ടിന്നിനകത്ത് നമുക്ക് ഉണ്ടാക്കാം, അല്ലാതെ പോപ്പ് ഓവർ പാനിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല. സോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കൊടുക്കാം നമുക്ക്. പിന്നെ പോർക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ്, ഇങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസിന് നമുക്ക് ഓരോ ടിപ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കുന്ന റീഡേഴ്സിന് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഹെഡ് നോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്പിയുടെ ആ ഒരു അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ റെസിപ്പി സ്റ്റെപ്സ് വളരെ ക്ലീൻ ആൻഡ് കൺസൈസ് ആയിട്ട് റീഡേഴ്സിന് തോന്നും. മൂന്നാമത്തെ എലമെൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റാണ്.
നമ്മുടെ റെസിപ്പിയുടെ വളരെ കോർ ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്. ഫസ്റ്റ് മേക്ക് ഷുവർ എവറി ഇൻഗ്രീഡിയൻറ്റ് ഈസ് ഓൺ ഇറ്റ്സ് ഓൺ ലൈൻ. അതായത് ടേബിൾ സ്പൂൺസ്, കപ്പ്, ഔൺസ് ഇതെല്ലാം ഫുള്ളി റിട്ടേൺ ചെയ്യണം. അബ്രീവിയേറ്റഡ് ആയിട്ട് എഴുതരുത്. എന്തെങ്കിലും യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് 1 ലിറ്റർ, 1.5 ലിറ്റർ, അല്ലെങ്കിൽ എന്താണ് 15 ഔൺസ്, 6 ഔൺസ്, 1 പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്യുക. ഷോർട്ട് ഫോംസ് നമ്മൾ യൂസ് ചെയ്യരുത്. 2 നമ്പേഴ്സ് ഒരു റോയിൽ എഴുതാൻ ഒന്നും ചെയ്യരുത്. പിന്നെ പോർഷൻ അല്ലെങ്കിൽ പാക്കേജ് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഓർഡറിൽ തന്നെ എഴുതിയിരിക്കണം. ആ റെസിപ്പി സ്റ്റെപ്സിൻ്റെ അതേ ഓർഡറിൽ തന്നെ ഇൻഗ്രീഡിയൻസ് വേണം. മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസ് വറ്റ് വൺസ് നമ്മൾ ചെയ്യരുത്. പിന്നെ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡിസെൻഡിങ് വോളിയം ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ റെസിപ്പിയിൽ 2 പ്രാവശ്യം നമ്മളിപ്പോൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുകയാണ്, ഒരേ ഇൻഗ്രീഡിയൻറ്റ്. അത് ഫസ്റ്റിൽ യൂസ് ചെയ്യുക, പിന്നീട് എന്ത് ചെയ്യുക, ഡിവൈഡഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് രണ്ടാമതും അതിനെ എഴുതുക. ഓക്കെ. പിന്നെ 2 or more ഡിസ്റ്റിങ്ക്റ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ടർക്കി ഗ്രേവി, ചിക്കൻ പൊട്ടറ്റോസ്, പൈ ക്രസ്റ്റ് ആൻഡ് ഫില്ലിംഗ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിനെ ബ്രേക്ക് ചെയ്യാം എളുപ്പമായിട്ട്, സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട്. ഓക്കെ. അപ്രോപ്രിയേറ്റ് ഹെഡിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിലൊക്കെ കൊടുക്കാം, ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ആ ഹെഡിങ്സ് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീഡേഴ്സിന് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരേ ഇൻഗ്രീഡിയൻറ്റ് 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴോ അതിനെ ഡിവൈഡഡ് എന്നുള്ള വാക്ക് വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ ബേസിക് പ്രിപ്പറേഷൻ ഓഫ് ഈച്ച് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിനകത്ത് റീഡേഴ്സിൻ്റെ അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ചോപ്പ് ചെയ്യണമെങ്കിൽ ചോപ്പ് ചെയ്യണം എന്നുള്ളത്, മിൻസ് ചെയ്യണമെങ്കിൽ മിൻസ് ചെയ്യണം എന്നുള്ളത്, സ്ലൈസ് ആണെങ്കിൽ 1 ഇഞ്ച് തിക്ക് സ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പീൽ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ ബ്രാക്കറ്റിൽ തന്നെ പറയുക. ബിക്കോസ് സ്മോൾ ഡിഫറൻസസ് എന്ന് പറയുന്ന ഓരോ വേർഡിലുള്ള സ്മോൾ ഡിഫറൻസസ് കുക്കിങ്ങിൽ മാറ്റം വരുത്തും. 1 കപ്പ് വാൾനട്ട്സ് ചോപ്ഡ്, 1 കപ്പ് ചോപ്ഡ് വാൾനട്ട്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഫസ്റ്റ് ലൈനകത്ത് 1 കപ്പ് വാൾനട്ട്സ് ചോപ്ഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യുവർ റീഡർ ഷുഡ് ഫസ്റ്റ് മെഷർ 1 കപ്പ് ഓഫ് വാൾനട്ട്സ്, പിന്നീട് ചോപ്പ് ചെയ്യണം. സെക്കൻഡ് ലൈൻ എന്താ, 1 കപ്പ് ചോപ്ഡ് വാൾനട്ട്സ് എന്നാണ്. അതായത് എന്താ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ആദ്യമേ വാൾനട്ട്സ് ചോപ്പ് ചെയ്തിട്ട് പിന്നെ അത് കപ്പിനകത്ത് മെഷർ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മെൻഷൻ ചെയ്യാൻ. അപ്പോൾ വാൾനട്ട്സ് യൂസ് ചെയ്യുന്നതിൽ പോലും, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പോലും, അല്ലെങ്കിൽ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിനകത്തും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കൂടുന്ന കണക്കിരിക്കും അല്ലേ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ 4 ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത് വേഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ 4 ബോൺലെസ് സ്കിൻലെസ് ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റെസിപ്പീസിൽ പാടില്ല. മിസ്ഇൻ്റർപ്രിട്ടേഷന് അത് വഴിയൊരുക്കും. ഓക്കെ. അതായത് മിസ്ലീഡിങ്ങിന് വഴിയൊരുക്കും. അപ്പോൾ അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആംബിഗ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. പിന്നെ റെസിപ്പി സ്റ്റെപ്സ് ആണ് 4ാമത്തെ എലമെൻറ്റ്. ഇപ്പോൾ റൈറ്റിംഗ് റെസിപ്പി സ്റ്റെപ്സ് എഴുതുന്ന സമയത്ത് വളരെ കൺസൈസ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും എഴുതണം, ക്ലിയർ ആയിട്ടും ഷോർട്ടായിട്ടും എഴുതണമെന്ന്. എവറി സെൻറ്റൻസ് എന്ന് പറയുന്നത് ആ ഇൻഫർമേഷനിൽ പാക്ഡ് ആയിരിക്കണം. ആവശ്യമില്ലാത്ത അഡ്ജക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യരുത്, ആവശ്യമില്ലാത്ത പങ്ക്ച്വേഷൻ മാർക്സ് ഒന്നും യൂസ് ചെയ്യരുത്. അപ്പം ഫോർ എക്സാമ്പിൾ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, എവിടെ കോമ ഇടണം, എവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റീഡറിൻ്റെ അടുത്ത് ഇൻസ്ട്രക്റ്റ് ചെയ്യുവാണ്, നമ്മൾ ലസാനിയയ്ക്ക് സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സോസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ നമ്മളെല്ലാം അതായത് ആ സോസ് ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് മാറ്റി വെച്ചേക്കണം, എഴുതിയിരിക്കണം. പിന്നെ റെസിപ്പിയെ 2 many സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്താൽ അത് ഭയങ്കരമായിട്ട് എന്ത് തോന്നും, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ആർക്ക് തോന്നും, റീഡേഴ്സിന് തോന്നും. സോ ചില റെസിപ്പീസൊക്കെ, ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ ടാസ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കമ്പൈൻ ചെയ്തെഴുതാം. ഇപ്പോൾ കുക്കീസ് ഉണ്ടാക്കുവാണ്, അതിനകത്ത് റീഡറിൻ്റെ അടുത്ത് പറയുവാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം, വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യണമെന്നും ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 ഡിഫറെൻറ്റ് ബൗൾസിനകത്തോട്ടാക്കണമെന്നും പറയുവാണ്. ഇത് നമുക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ എഴുതാം. ഇങ്ങനെ പറയാം, നമുക്ക് മീഡിയം ബോൾ എടുക്കുക, വിസ്ക് ഫ്ലവറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും സോൾട്ടും കൂടെ ഒരു ബൗളിനകത്തിട്ട് മിക്സ് ചെയ്യും. ലാർജ് ബൗളിനകത്ത് മെൽറ്റഡ് ബട്ടറും ഷുഗറും എഗ്സും വാനിലയും എടുക്കുക. അത്രയേ ഉള്ളൂ, തീർന്നു. പിന്നെ അടുത്ത സെൻറ്റൻസ് എന്തായിരുന്നാൽ മതി, ഈ 2 മിക്സറും കൂടി കമ്പൈൻ ചെയ്യണം, 2 ബൗൾസിലെ മിക്സറും കൂടി. അപ്പോൾ ടൈമിങ്ങും നോക്കി വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആ ഓർഡർ ഓഫ് ദി റെസിപ്പി സ്റ്റെപ്സ് നോക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ടൈമിങ്ങും നമ്മൾ നോക്കണം. അപ്പം അതായത് ഈ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്ത് വെക്കേണ്ട കാര്യമാണെങ്കിൽ ആ സമയത്ത് ആ ഓർഡറിനനുസരിച്ച് എഴുതി പോകരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാസറോള് വെക്കണം നമുക്ക്,
അപ്പം അവൻ പ്രീ ഹീറ്റ് ചെയ്യണം എന്നുള്ളത് ആ സമയത്ത് പറഞ്ഞേക്കരുത്, അതിന് മുന്നേ തന്നെ നമ്മൾ പറയുക. അതായിരിക്കണം സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ബിഫോർ പ്രിപ്പയറിംഗ് ദി ഇൻഗ്രീഡിയൻസ് നിങ്ങൾ അവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അത് ആ സമയത്താണ് പറയേണ്ടത്. അല്ലാതെ ആ സമയം ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറയരുത് അയ്യോ ഈ സമയത്താണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മീൻ വൈൽ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് റീഡറിന് ക്ലൂ കിട്ടും, ഇതിന് മുന്നേ എന്തോ ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ ആദ്യം തന്നെ സ്റ്റെപ്പ് 1 ആയിട്ട് ഇതിനെ പറയുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് റെസിപ്പീസ് നമ്മൾ എഴുതുന്ന സമയത്ത്, റെസിപ്പീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ മൈൻഡിൽ വെക്കണം. ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമുക്ക് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞു. പക്ഷേ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിനെ ഷോർട്ടൻ ചെയ്തും പറയാം. കുക്ക് ബോൺലെസ് സ്കിൻലെസ് ചിക്കൻ ബ്രസ്റ്റിന് പകരം കുക്ക് ചിക്കൻ എന്ന് നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? പിന്നെ 2 ടൈപ്സ് ഓഫ് ദ സെയിം ഇൻഗ്രീഡിയൻറ്റ് പറയുവാണ്. ഷുഗറിനെ കുറിച്ച് ബ്രൗൺ ഷുഗറും ഉണ്ട്, ഗ്രാനുലേറ്റഡ് ഷുഗറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നമുക്ക് അങ്ങനെയും എഴുതാം. പിന്നെ വെസൽ ടൈപ്പും സൈസും പറയുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആദ്യമേ ഒരു ന്യൂ വെസലിൻ്റെ കാര്യമാണ്, ഒരു പുതിയ പാത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടൈപ്പും സൈസും പറയണം. ഗ്ലാസ് ബേക്കിംഗ് ഡിഷാണ്, ലാർജ് സോസ്പാൻ ആണെങ്കിൽ അങ്ങനെ, സ്മോൾ മൈക്രോവേവ് അല്ലെങ്കിൽ സേഫ് ബൗൾ ആണെങ്കിൽ അങ്ങനെ, 12 ഇഞ്ച് സ്ട്രെയിറ്റ് സൈഡഡ് സോട്ടേ പാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മഫിൻ ടിൻ, ഇങ്ങനെ നമുക്ക് പറയാം. ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെയും ഇതിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിഷെന്നും പാനെന്നും അങ്ങ് വെറുതെ പറഞ്ഞാൽ മതി. ആദ്യം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വേണം പറയാൻ. വലിയ പാത്രം എടുക്കുക, ചെറിയ പാത്രം എടുക്കുക. പിന്നെ എപ്പോഴും വലിയ പാത്രവും ചെറിയ പാത്രവും നമ്മൾ താഴെയുള്ള സ്റ്റെപ്പിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഹീറ്റ് ലെവൽ, സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് ലെവൽ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യണം. ഹൈ ആണോ, മീഡിയം ലോ ആണോ, അതല്ല സിമ്മറിലാണോ നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഹീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്രീസ് ഹീറ്റ് ടു ഹൈ അല്ലെങ്കിൽ ഡിക്രീസ് ഹീറ്റ് ടു മീഡിയം ലോ എന്നും റീഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയുക. ഇനി കുക്കിംഗ് ടൈമാണ്. ഒരു അപ്രോക്സിമേറ്റ് കുക്കിംഗ് ടൈം അല്ലെങ്കിൽ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ബേസ്ഡ് കുക്കിംഗ് ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഡിഫറെൻറ്റ് സ്റ്റൗസിനും അവൻസിനും കുറച്ച് വേരിയേഷൻ വരും ടെമ്പറേച്ചറിലും എഫിഷ്യൻസിയിലും എല്ലാം. അപ്പോൾ കുക്ക് അണിയൻസ് ഓവർ മീഡിയം ഹീറ്റ് ഫോർ 5 minutes എന്ന് പറയുന്ന ഡിഫറെൻറ്റ് റിസൾട്ട്സ് ആയിരിക്കും ഡിഫറെൻറ്റ് കുക്സിന് കിട്ടുന്നത്. ഇൻസ്റ്റഡ് യു മൈറ്റ് സേ എന്താണ് കുക്ക് ഓവർ മീഡിയം ഹീറ്റ് ഫോർ അബൌട്ട് 5 minutes എന്നൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അൺടിൽ അണിയൻ ഈസ് സോഫ്റ്റൻഡ് ആൻഡ് ബിഗിനിങ് ടു ബ്രൗൺ, ഈ സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കൺസൈസ് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ. അല്ലാതെ 5 minute ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഓരോ പാത്രത്തിനനുസരിച്ചും ഓരോ കുക്കിനനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർ മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഓവർ മീഡിയം ഹൈ ഹീറ്റ് ഫോർ 10-12 minutes എന്ന് പറയാം. അൺടിൽ ഇന്റേണൽ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ, അതായത് 165 degrees വരെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. കുറച്ചും കൂടി ക്ലിയർ ആക്കി പറയുക എന്നുള്ളതാണ്. പാത്രത്തിനും കുക്ക് ചെയ്യുന്ന ആളുടെ ഇതനുസരിച്ചും ഒക്കെ ടൈമിന് ചിലപ്പോൾ വ്യത്യാസം വരും. നമ്മൾ ഇളക്കുന്ന പോലെയൊക്കെ ഇരിക്കുമല്ലോ. ഇനി ഇൻസ്ട്രക്ഷൻസ്, ഓൾവേസ് എൻഡ് ദ റെസിപ്പി വിത്ത് ബേസിക് സെർവിങ് ഇൻസ്ട്രക്ഷൻസ്. ഇഫ് ദ ഡിഷ് ഷുഡ് ബി ഈറ്റൺ റൈറ്റ് അവേ ആണെന്നുണ്ടെങ്കിൽ സെർവ് ഇമ്മീഡിയറ്റ്ലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൂളായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് കഴിച്ചാൽ മതിയെന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഹോട്ടായിട്ടോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലോ ആണ് നമ്മൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അത് പ്ലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ നമ്മൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രിങ്കിൾ വിത്ത് പാർസ്ലി, അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി റൈറ്റിംഗ് എ കുക്ക് ബുക്ക്. അപ്പോൾ കൺസിസ്റ്റൻസി വളരെ കീ ആയിരിക്കണം ഒരു കുക്ക് ബുക്ക് എഴുതുന്ന സമയത്ത്. അതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു സ്റ്റൈൽ ഗൈഡ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ രീതിയിലൊക്കെ എഴുതണം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം വേണം. ആർട്ടിക്കിൾസ് ഏതൊക്കെ യൂസ് ചെയ്യണം, എ ആണോ ദ ആണോ, അപ്രോപ്രിയേറ്റ് അബ്രിവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. ആൻഡ് റീഡർ എന്ന് പറയുന്നത് നെവർ അസ്യൂം ദാറ്റ് നമ്മുടെ റീഡറിന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അങ്ങ് മനസ്സിലാവും എന്ന് അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ആസ് മച്ച് ആസ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക. പക്ഷേ ഒരുപാട് ഓവർബോർഡായി പോകരുത്, ടു മച്ച് ഇൻഫർമേഷൻ പാടില്ല. അപ്പോൾ റെസിപ്പി ഫ്ലോലെസ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, വേറൊരാൾ ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കൊണ്ടോ ഫാമിലി മെമ്പറിനെ കൊണ്ടോ നമ്മൾ ഈ കുക്ക് ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന റെസിപ്പി നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറയണം. അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് കൺഫ്യൂഷനും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒമിറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ചെറിയ എറേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ മിസ് ഔട്ട് ചെയ്ത ചെറിയ എറേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഇതാണ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്.